ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആർക്കൊക്കെ ആൻസർ അറിയുന്ന നോക്കാം. സോ ഫിഷറീസ് ഡേയുടെ ഭാഗമായിട്ട് 2024 ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏത് സ്റ്റേറ്റിനാണ് കിട്ടിയത്? ഒരു പോൾ ഇടാ, ആർക്കൊക്കെ അറിയുന്ന നോക്കാം. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റൈഫിൾ ക്ലബ്ബ് സിനിമയെ പറ്റിയിട്ടാണ്. സോ പടം ഇപ്പോൾ OTT റിലീസ് ചെയ്യുന്നത്, നെറ്റ്ഫ്ലിക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. എന്നാ ഒരു കിടിലം പടം എടുത്തു വെച്ചിരിക്കുന്നത് അറിയാം. എനിക്ക് തോന്നുന്നത് അമൽ നീരദ് ആഷിഖ് കപൂറിന്റെ മാസ്ക് ഇട്ടിട്ട് വന്ന് പടം എടുത്ത പോലെയുണ്ട്. വരുത്തതിന് ശേഷം ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പടം, അടിപൊളി പടം. ഇതൊക്കെ ശരിക്കും തിയേറ്ററിൽ കാണേണ്ട പടം തന്നെയാണ്. റിഗ്രറ്റ് ഉണ്ട് കാണാൻ പറ്റാത്തതില്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് മണി ആൻഡ് മണി മാറ്റേഴ്സ്. പൈസ ഇല്ലാത്തതുകൊണ്ട് കാണാതിരുന്നതാണ്. ഒരു രക്ഷയില്ലാത്ത പടം എന്ന് പറയുന്നത്. ഇതിന്റെ കളർ ഗ്രേഡിംഗ് ആയാലും അതേപോലെ തന്നെ വിഷ്വൽസ് ആയാലും ഫ്രെയിംസ് ആയാലും കിടിലനാണ്. ഇതിന്റെ പല സീൻസ് റീവൈൻഡ് ചെയ്ത് ഇരുന്ന് കണ്ടു. അത്രയും അടിപൊളിയായിരുന്നു. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാസ്റ്റിംഗ് ആണ്. കാരണം ഇതിലും വലിയൊരു നല്ല കാസ്റ്റിംഗ് ഒരു പടത്തിനും കിട്ടാൻ പറ്റില്ല. എല്ലാ പെർഫോമൻസിനും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ വിജയ് രാഘവൻ, ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, അനുരാഗ് കശ്യപ്, നമ്മുടെ ഹനുമാൻ കൈൻഡ്, എല്ലാവരും അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. ഈ ഒരു പടത്തിന്റെ ഷോ സ്റ്റീലറായിട്ട് എനിക്ക് തോന്നുന്നു വാണി വിശ്വനാഥിന് കേട്ടോ. കുറെ കാലം കഴിഞ്ഞിട്ടാണ് പടത്തിലൊക്കെ അഭിനയിക്കാൻ പറ്റും. പക്ഷെ ആൾക്കൊരു സ്വാഗും ഉണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് ഈ മറ്റേ സ്മോക്ക് ചെയ്യുമ്പോൾ ആൾ ഈ സിഗരറ്റ് പിടിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഹനുമാൻ കൈൻഡായിട്ട് ആൾക്കൊരു ഫേസ് ഓഫ് സീനൊക്കെ ഉണ്ട്. വേറെ ലെവൽ തന്നെയായിരുന്നു. എല്ലാവരും പെർഫോം ചെയ്ത് ഈച്ച് ആൻഡ് എവറി വൺ കിടിലനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ട് പലപ്പോഴും നമുക്ക് തോന്നില്ല ഇതൊരു ആഷിഖ് കപൂറിന്റെ പടം തന്നെയാണോ എന്ന്.